പ്രിയമുള്ളവരെ നമസ്കാരം. സമീപനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മിഡിൽ ക്ലാസ് കുടുംബമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നമ്മുടെയൊക്കെ ജീവിതമാണ്. എപ്രകാരമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? എത്തരത്തിലുള്ള അധിക ബാധ്യതകളാണ് നാം ഏവരും നമ്മുടെ തലയിൽ ഏറ്റിവെക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ എക്കാലവും ഒരു മിഡിൽ ക്ലാസ് കുടുംബമായിട്ട് തന്നെ നിലനിൽക്കുന്നത്? എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സമ്പന്നരുടെ ജീവിതം എങ്ങനെയാണ്? ഇത്തരം വിഷയങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമ്പത്തിക അച്ചടക്കവും വിവിധ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളെയും കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഒരു സാധാരണ മലയാളി, ഇപ്പോൾ നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലങ്ങളെടുത്ത് നോക്കുമ്പോൾ ബിലോ മിഡിൽ ക്ലാസ് നമുക്ക് വേണ്ടി പറയാൻ പറ്റുന്നൊരു കാറ്റഗറി ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലികളുണ്ട്, ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ട്, സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ സമ്പന്നരെ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു 100-ൽ ഒരാളെ മാത്രമേ നമുക്കൊരു സമ്പന്നനായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാലൊരു അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു 100-ൽ 4 പേരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊരു 10-20 ആൾക്കാരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് 10-30 ആൾക്കാരൊക്കെ ഒരു മിഡിൽ ക്ലാസ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 40-50% ആൾക്കാരൊക്കെ മിഡിൽ ക്ലാസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബാക്കി വരുന്നവരൊക്കെ ഇപ്പോഴും സാമ്പത്തിക ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് പോലും എത്താത്ത ലെവലാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ ഇത് മിഡിൽ ക്ലാസ് ആണോ, ഒരു സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരാണോ, ബിലോ മിഡിൽ ക്ലാസ് ആണോ, അപ്പർ മിഡിൽ ക്ലാസ് ആണോ, ഇനിയിപ്പോൾ സമ്പന്നരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെയൊക്കെ സമൂഹത്തിലെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ ആളുകൾ അളക്കുന്നത് നമ്മുടെ ചിലവാക്കി ജീവിക്കുന്ന നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കണ്ടിട്ടാണ്. നമ്മുടെ വണ്ടി കണ്ടിട്ട്, നമ്മുടെ വീട് കണ്ടിട്ട്, നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ട് ഒക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ആരാണ് സമ്പന്നൻ, ആരാണ് മിഡിൽ ക്ലാസ്, ആരാണ് ദരിദ്രൻ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ഒരു സ്പെൻഡിങ് കൾച്ചറാണ്. സത്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൻ്റെ ജീവിതം, എന്തുകൊണ്ടാണ് ആ മിഡിൽ ക്ലാസ് കുടുംബം എന്നും ഒരു മിഡിൽ ക്ലാസ് കുടുംബമായിട്ട് നിലനിൽക്കുന്നത്, എത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ഒരു സമ്പന്നനായി മാറാൻ സാധിക്കുക എന്നുള്ള വിഷയങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥയിൽ നിന്നും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരു വ്യക്തിയും ഒരു സമ്പന്നനായിട്ടുള്ള വ്യക്തിയും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ മേജറായിട്ട് 2 വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന്, ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട വ്യക്തി അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് സമ്പന്നനെ പോലെയാണ്. അദ്ദേഹത്തിന് നല്ലൊരു വീട് വേണം, അദ്ദേഹത്തിന് നല്ലൊരു കാറ് വേണം, അദ്ദേഹത്തിന് നല്ല ഡ്രസ്സ് വേണം, അദ്ദേഹത്തിൻ്റെ മക്കൾ നല്ല ഏറ്റവും സിറ്റിയിൽ തന്നെ ഏറ്റവും നല്ല സ്കൂളിൽ നല്ല ഫീസ് കൊടുത്ത് പഠിപ്പിക്കണം, അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിവാഹം വലിയ ഇവൻറ്റ് മാനേജ്മെൻറ്റ് വെച്ചിട്ട് വലിയ ഹോളിൽ വലിയ രീതിയിൽ നടത്തണം, എല്ലാം ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലോൺ ഉണ്ടാവും, പേഴ്സണൽ ലോൺ ഉണ്ടാവും, ഹോം ലോൺ ഉണ്ടാവും, വെഹിക്കിൾ ലോൺ ഉണ്ടാവും, പ്രോപ്പർട്ടി ലോൺ ഉണ്ടാവും, ഇങ്ങനെ എല്ലാ ലോണുകളും ഉണ്ടാവും ഒരു സൈഡിൽ. അവസാനം ജീവിത കാലഘട്ടം അവസാനിക്കാറാവുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ബാധ്യതയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ പുറത്തു നിന്ന് ഒരാൾ കാണുമ്പോൾ അദ്ദേഹം വളരെ സമ്പന്നനെ പോലെ ജീവിച്ചതായിട്ടും ആർഭാടത്തിൽ ജീവിച്ചതായിട്ടും കാണാൻ സാധിക്കുന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിൽ ശാന്തിയോ സമാധാനമോ പ്രത്യക്ഷത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്രകാരത്തിലുള്ളൊരു ജീവിതം കെട്ടിപ്പടക്കണമെന്ന് ചോദിച്ചാൽ അവിടെയാണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. നമ്മൾ ഈ മിഡിൽ ക്ലാസ് കുടുംബം എന്ന് പറയുന്ന ഈ കുടുംബത്തിലെ ഈ വ്യക്തി അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സമ്പന്നനെ പോലെയാണ്. പക്ഷേ അദ്ദേഹം ഒരു സമ്പന്നനെ പോലെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് മിഡിൽ ക്ലാസ്സും സമ്പന്നനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഒരു സമ്പന്നനെ പോലെയും നമ്മൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നത് സമ്പന്നനെ പോലെയല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ സമ്പാദ്യം എത്തരത്തിലുള്ള സമ്പാദ്യമാണ്? ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും സാധാരണ രീതിയിൽ ഏതെങ്കിലും നല്ല പ്രൊഫഷണലി നല്ല ജോലി ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാവാം, എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നവരാവാം, അത്തരത്തിലുള്ള ലെവലുകളുണ്ടാവും. അവിടെ നിന്ന് ഒരു സമ്പന്നനിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അവർ പഠിക്കാറില്ല, മനസ്സിലാക്കാറില്ല. നമ്മളെപ്പോഴും സമ്പന്നരിലേക്ക് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെ പറ്റി മാത്രമാണ് നമ്മൾ നോക്കുന്നുള്ളൂ. എന്നിട്ട് ആ ജീവിതത്തിൽ അവർ ജീവിക്കുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് പാർട്ട് മാത്രം നമ്മൾ എടുക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്നതിനെ പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ചിന്തകളെല്ലാം മാറ്റേണ്ടത്. ഈ ചിന്തകൾ മാറ്റിയിട്ട് നമ്മൾ
സമ്പന്നർ എപ്രകാരമാണ് പണം സമ്പാദിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവരുടെ മൈൻഡ് സെറ്റ് വരുന്നത്, എപ്രകാരമാണ് പണത്തിനോട് അവരുടെ അപ്രോച്ച്, അതുപോലെ തന്നെ ആ സമ്പന്നത അവരുടെ സമ്പാദ്യം കൂട്ടുവാനായിട്ട് എന്തൊക്കെ രീതികളാണ് അവർ പിന്തുടരുന്നത്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പന്നനെ പോലെ ജീവിക്കാൻ മാത്രമല്ല സമ്പന്നനെ പോലെ സമ്പാദിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഈ 2 മേജർ പോയിന്റുകളാണ് സമ്പന്നനും മിഡിൽ ക്ലാസ് ഫാമിലിയും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ. ഇനി എപ്രകാരം നമുക്ക് ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയിൽ നിന്നും ഒരു സമ്പന്നനായിട്ടുള്ള വ്യക്തിയായി മാറാൻ സാധിക്കും? പ്രധാനമായിട്ടും ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. ആദ്യം ചുരുങ്ങിയത് ഒരു 5 വർഷത്തേക്കെങ്കിലും നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് മിച്ചം വയ്ക്കാൻ ശ്രമിക്കുക. അത് ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് തന്നെ ചെയ്യാം. ചില ആളുകൾക്ക് മൊത്തം ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും 50% മാറ്റിവെക്കാൻ സാധിക്കാം. ചിലപ്പോൾ 40 ആവാം, ചിലപ്പോൾ 30 ആവാം, 20 ആവാം. എന്തായാലും ശരി, നിങ്ങളുടെ ലഭിക്കുന്ന സമ്പാദ്യത്തിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് കൃത്യമായിട്ട് മാറ്റിവെച്ച് വെക്കാനുള്ള ശീലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യ കടമ്പ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് ഈ മാറ്റിവെച്ച എമൗണ്ട് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് വിവിധ ഓപ്പർച്യൂണിറ്റികൾ ഇന്ന് നിക്ഷേപ രംഗത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ച് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാൻ ശ്രമിക്കുക. ഇതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടികളാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു കഴിവ് ഉണ്ടായിരിക്കും. ആ കഴിവ് തിരിച്ചറിയാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്കില്ല് എന്താണോ ആ സ്കില്ല് കൂടുതൽ മനസ്സിലാക്കി ആ സ്കില്ല് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് മാനേജ്മെൻറ്റ് സ്കില്ലായിരിക്കും, ചില ആളുകൾക്ക് മാർക്കറ്റിംഗ് സ്കില്ലായിരിക്കും, ചില ആൾക്ക് ടെക്നോളജി സ്കില്ലായിരിക്കും, ചില ആളുകൾക്ക് ടെക്നിക്കൽ സ്കില്ലുകളായിരിക്കും, ചില ആൾക്ക് പ്രസൻറ്റേഷൻ സ്കില്ലുകളായിരിക്കും. അങ്ങനെ പലർക്കും പല സ്കില്ലുകളാണ്. ആ സ്കില്ല് എന്താണോ ആ സ്കില്ല് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല്, ആ സ്കില്ല് കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി അതിന് പറ്റിയ കൂടുതൽ കോഴ്സുകളോ കൂടുതൽ പഠനങ്ങളോ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വ്യാപൃതരാകും. അതിന് പ്രായങ്ങളൊന്നുമില്ല, ഏത് പ്രായത്തിലും ഇതൊക്കെ ആവാം. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് ഈ സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും ഒരു നല്ല ബെറ്റർ ജോബിലേക്ക് മാറാൻ സാധിക്കും, ബെറ്റർ പൊസിഷനിലേക്ക് മാറാൻ പറ്റും. അതല്ലെങ്കിൽ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ലോങ് ടൈം പ്ലാനോടുകൂടി ഒരു ഓൺ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുക എന്നുള്ള മൂന്നാമത്തത്. നാലാമത്തതായിട്ട് ഈ സ്കിൽ ഡെവലപ്മെൻറ്റിന് ശേഷം അതിലൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റികളോ ബെറ്റർ ജോബുകളോ അതല്ലെങ്കിൽ ഓണായിട്ടുള്ള ബിസിനസ് സംരംഭത്തിലേക്കോ കടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അഞ്ചാമതായിട്ടുള്ള ഒരു കാര്യം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സമ്പന്നനാവുക എന്നുള്ളത് നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചെലവാക്കി ജീവിക്കുന്നതിൽ സമ്പന്നരെ പോലെ ജീവിക്കുന്നതിലല്ല, മറിച്ച് സമ്പന്നരെ പോലെ സമ്പാദിക്കുന്നതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് സമ്പന്നരാവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ചുറ്റും നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന, നമ്മളെ ആകർഷിപ്പിക്കുന്ന, നമ്മളെ ചിലവാക്കാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുന്ന പല സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള പരസ്യങ്ങൾ, ഇതെല്ലാം നമ്മളെ ചിലവാക്കാൻ വേണ്ടി നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിലൊന്നും വീഴാതെ ആ ചിലവാക്കലിലൂടെ നിങ്ങളുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടുത്തി വീണ്ടും നിങ്ങൾ കടക്കാരനാവാതെ സമ്പാദിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച് അത് സമ്പാദിച്ച് കൂടുതൽ സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി സമ്പാദിച്ച പണം, ആ പണം ഉപയോഗിച്ച് വീണ്ടും പണം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.